നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. ചേട്ടാ ദേ പാല്. എന്തു പറ്റിയ ചേട്ടാ? അച്ഛൻ അരവിന്ദനോട് സ്വത്ത് തിരികെ എഴുതി കൊടുക്കാൻ പറഞ്ഞപ്പോ അതിനവൻ സമ്മതിക്കാതെ ഈ കല്യാണം നടക്കാതിരിക്കാൻ ഒരു കാരണമാവുന്ന ഞാൻ വിചാരിച്ചു. ശ്രേയയ്ക്ക് വേണ്ടി അരവിന്ദ് സ്വത്ത് എഴുതി കൊടുത്തത് എന്തിനാണെന്നാ എനിക്ക് മനസ്സിലാവാത്ത. അത് വിട്ടുകളാക്കു ചേട്ടാ. ഈ കല്യാണം നടക്കാതിരിക്കാൻ നമ്മളെ കൊണ്ടാവുന്ന പോലെ ശ്രമിച്ചു നോക്കിയില്ലേ? നടന്നില്ലല്ലോ. ജീവിതത്തിൽ എന്തെങ്കിലും കാര്യം നമ്മളെ കൊണ്ട് ചെയ്യാനാവില്ലെന്ന് തോന്നിയ അത് ദൈവത്തിന് വിട്ടുകൊടുക്കണം. അത് വിശ്വാസം. പക്ഷേ ആ വിശ്വാസം കൊണ്ട് സമാധാനത്തോടെ ഇരിക്കാൻ നമുക്ക് കഴിയൂ? നീ എന്നെ സമാധാനിപ്പിക്കാൻ പറഞ്ഞതാണെന്ന് എനിക്കറിയാം. നിന്റെ മനസ്സിൽ ടെൻഷൻ ഉണ്ടെന്ന് നിന്റെ മുഖം കണ്ടാ അറിയാം. പക്ഷേ നമ്മളത് ചിന്തിച്ചുകൊണ്ടിരുന്നിട്ട് കാര്യമില്ലല്ലോ. ബാലമാമൻ കല്യാണത്തിന് സംബന്ധിച്ച് വാക്ക് കൊടുത്തില്ലേ? അച്ഛനെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ കാക്കോത്തി. ബാലമാമനെ കുറ്റപ്പെടുത്തി പറഞ്ഞതല്ല ഞാൻ. ശ്രേയയുടെ ചതിയും പ്രതികാരമൊന്നും ബാലമാമന് അറിയില്ലല്ലോ. എന്ത് ചെയ്യും കാക്കോത്തി? അച്ഛനൊരു വാക്ക് പറഞ്ഞാൽ അതിൽ നിന്ന് പിന്മാറില്ല. എല്ലാവർക്കും നല്ലത് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ആളല്ലേ. അരവിന്ദന്റെ നല്ലതിനെന്ന് ചിന്തിച്ചായിരിക്കും അച്ഛൻ സമ്മതിച്ചത്. ശ്രേയയുടെ ജീവിതം ഇങ്ങനെയായത് അച്ഛൻ കാരണമെന്ന കുറ്റബോധം മനസ്സിലുണ്ട്. ജീവിതം നഷ്ടപ്പെട്ട ശ്രേയയ്ക്ക് പുതിയൊരു ജീവിതം തന്നാലെ കൊടുക്കണമെന്ന് ആഗ്രഹിച്ചിട്ടുണ്ടാവും. ബാലമാമൻ കരുതിയിരിക്കുന്ന ആളല്ല ശ്രേയെന്ന് നമ്മൾ എങ്ങനെ പറഞ്ഞു മനസ്സിലാക്കോ ചേട്ടാ? ഇനി അതറിഞ്ഞാലും അച്ഛൻ പിന്മാറില്ല. കൊടുത്ത വാക്ക് പാലിക്കാൻ വേണ്ടി ഈ കല്യാണം അച്ഛൻ നടത്തും കാക്കോത്തി. അതാലോചിച്ച എന്റെ പേടി. എന്റെ മുഖത്ത് വീണടിക്ക് തിരിച്ചടി ഞാൻ തരും. വണ്ടി കത്തിച്ചതുപോലെ നിന്നെയും നിന്റെ ഗോഡ് ഫാദർ മാമനെയും പച്ചയ്ക്ക് കത്തിച്ചിട്ടേ ഞാൻ ഈ നാട് വിട്ടു പോകും. ഈ അമ്പലമുറ്റത്ത് വെച്ച് ദൈവത്തെ സാക്ഷി നിർത്തി പറയോ, ഞാൻ പറഞ്ഞത് നടന്നിരിക്കും. എന്നോട് ശ്രേയ ഭീഷണി പോലെ പറഞ്ഞ കാര്യം ആ കുച്ചേട്ടനോട് പറയണോ? വേണ്ട, അക്കുച്ചേട്ടനോട് ഇപ്പൊ ഒന്നും പറയണ്ട. അക്കുച്ചേട്ടന്റെ മനസ്സ് മുഴുവൻ ടെൻഷനാ. ഇനി ഇതുകൂടി പറഞ്ഞ് കൂടുതൽ വിഷമിപ്പിക്കണ്ട. കാക്കുത്തി എന്താ? എനിക്കിപ്പോ തോന്നുന്നത് ഒരു കാര്യമുള്ളൂ. മനസ്സ് നിറയെ പ്രതികാരം കൊണ്ട് നടക്കുന്ന ശ്രേയ അവള് വിചാരിക്കുന്നതെല്ലാം നടത്തിയെടുക്കുമെന്ന വിശ്വാസത്തിലിരിക്കുമ്പോ എല്ലാവരും സന്തോഷത്തോടെ ഇരിക്കണം, ഈ കുടുംബത്തിലെ ആർക്കും ഒരു ബുദ്ധിമുട്ടും കഷ്ടപ്പാടും ഉണ്ടാവരുതെന്ന് ചിന്തിക്കുന്ന അക്കുച്ചേട്ടന്റെ ആഗ്രഹം നടക്കില്ലേ? അക്കുച്ചേട്ടന്റെ നല്ല മനസ്സിനും ചിന്തയ്ക്കും ദൈവം കൂടെ ഉണ്ടാവും. എനിക്ക് വിശ്വാസമുണ്ട് അക്കുച്ചേട്ടാ. നമുക്ക് നല്ലതേ വരൂ. അക്കുച്ചേട്ടൻ പാല് കുടിക്ക്. നാളെ രജിസ്ട്രേഷൻ നടക്കുമല്ലേ? എന്താവൂന്ന് കണ്ടറിയാം. മുദ്രപത്രം എല്ലാം തയ്യാറാക്കിയില്ലേ വക്കീലെ? എല്ലാം റെഡിയാണ് സാർ. സൈൻ ചെയ്യാൻ സമയമാകുമ്പോൾ സാർ അകത്തോട് വന്നാൽ മതി. ശരി. അക്കുച്ചേട്ടൻ എന്താ വല്ലാതിരിക്കുന്നത്? ഞാൻ പറഞ്ഞില്ലേ ടെൻഷൻ ആവരുതെന്ന്. ടെൻഷൻ ആവാതെ എന്ത് ചെയ്യാനാ കക്കോത്തി? അച്ഛന്റെ സന്തോഷവും ആവേശവും കാണുമ്പോ പേടി തോന്നുക.
അച്ഛൻ മനസ്സിൽ കരുതിയ പോലെ സ്വത്തെല്ലാം തിരിച്ചെഴുതി വാങ്ങുന്നതിന്റെ സന്തോഷത്തിലാണ്. പക്ഷേ അത് കഴിഞ്ഞ് നടക്കാൻ പോകുന്നത് ഓർക്കുമ്പോൾ എങ്ങനെ ടെൻഷൻ അടിക്കാതിരിക്കാൻ കക്കോതി? നമ്മുടെ ലൈഫിൽ ഇനി വരാൻ പോകുന്ന വലിയൊരു വിപത്തിന്റെ തുടക്കം ഈ രജിസ്ട്രേഷൻ. ഇങ്ങനെ നടക്കണമെന്നാണ് വിധിയെങ്കിൽ അത് നമ്മളെ കൊണ്ട് മാറ്റാൻ കഴിയില്ലല്ലോ. അതെങ്ങനെയെങ്കിലും നല്ലതാക്കി മാറ്റാൻ കഴിയുമെന്ന് ആലോചിക്കേണ്ടത്. നല്ലതാക്കാനോ? അക്കുച്ചേട്ടാ പതുക്കെ. ഞാൻ അച്ഛനോട് ഒന്നുകൂടെ സംസാരിച്ചു നോക്കട്ടെ. വേണ്ട അക്കുച്ചേട്ടാ, ബാലമാമനോട് നമ്മൾ സംസാരിച്ചു കഴിഞ്ഞതല്ലേ. ഇനി രജിസ്റ്റർ ഓഫീസിൽ വെച്ച് അതൊരു പ്രശ്നമാവണ്ട. അതുകൊണ്ടൊരു കാര്യമില്ല. ടെൻഷൻ ആവാതെ ദൈവം നമ്മളെ കൈവിടില്ല. നീ ഞാൻ മനസ്സ് ഉദ്ദേശിച്ച പോലെ നടക്കല്ലേ, പിന്നെ എന്തിനൊരു ടെൻഷൻ? നമ്മൾ മനസ്സിലുദ്ദേശിച്ച് നടക്കുന്നതിന് മുമ്പ് അയാൾ വിചാരിച്ചവരെ നടത്താൻ പോവല്ലേ. കൃത്യമായി പ്ലാൻ ചെയ്തതിൻ്റെ സ്വത്തെല്ലാം തിരികെ വാങ്ങാൻ പോവല്ലേ. അയാളെ ഞാൻ വിടാൻ പോകുന്നില്ല. വിടരുതടാ. ശ്രേയായിട്ടുള്ള നിന്റെ കല്യാണം കഴിഞ്ഞിട്ട് നമുക്ക് തുടക്കം കുറിക്കാം. ഈ സ്വത്ത് നമ്മുടെ കയ്യിൽ തന്നെ വന്നു ചേരും. എന്നെ ശ്രേയുടെ കല്യാണം നടത്തി തരുമല്ലേ, അതോ പണി തരണം നീ മനസ്സിൽ ചിന്തിച്ചാൽ മതി. അമ്മയെ വിധവയാക്കാൻ പോലും ഞാൻ മടിക്കില്ല. അങ്ങേര് വാക്ക് മാറ്റിയ നീ ഒന്നും ചെയ്യണ്ടടാ, ഞാൻ ചെയ്തോളാം. പക്ഷേ അയാൾ വാക്ക് മാറ്റില്ല. നമ്മളെ നന്നായിട്ട് അറിയാലോ അയാൾക്ക്. സാർ അകത്തേക്ക് വന്നോളൂ. ഓ ശരി വക്കീലെ, വാ. ആരാ ബാലചന്ദ്രൻ? ഞാനാ. ദാ ഇവിടെ നിന്ന് സൈൻ ചെയ്യ്. അരവിന്ദ് ബാലനാരാ? ഞാനാണ് സാർ. ഒന്ന് സൈൻ ചെയ്തോളൂ. ചെല്ലടാ, ധൈര്യമായിട്ട് പോ. നല്ലൊരു കാര്യത്തിന് വേണ്ടിയല്ലേ.